എല്ലാവർക്കും ജെ ഗാർഡൻ ലിപ്സിലോട്ട് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് പയർ കൃഷി ചെയ്യുമ്പോൾ നല്ല വിളവുകൾ ലഭിക്കാനായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളാണ്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പം അതിനു മുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. പയറിൻ്റെ വള്ളികൾ പടർന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ പയർ കൃഷിയിൽ ആദ്യം മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതിൻ്റെ വള്ളികൾ ഒരു സൈഡിലോട്ട് വളച്ച് നമ്മൾ പടർത്തി കൊടുക്കുക. അപ്പോൾ അത് നല്ലപോലെ ഒരുപാട് ബ്രാഞ്ചസുകളായിട്ട് മുകളിലോട്ട് പടർന്നു കയറി നല്ല ഹെൽത്തി ആയിട്ട് നമ്മുടെ പ്ലാന്റ് നല്ലപോലെ പടർന്നിട്ട് നല്ല കായ്ഫലം നമുക്കിനകത്ത് നിന്ന് ലഭിക്കുകയും ചെയ്യും. ഇത് ഞാൻ ഇവിടെ ഇട്ട് കൊടുത്ത പന്തലാണ്. ഇതുപോലെ നമ്മൾ അതിന് പടരാനുള്ള സാഹചര്യം ഒരുക്കി കൊടുത്താൽ നല്ലപോലെ വള്ളി വീശി നല്ലപോലെ കായ്കൾ നമുക്കതിനകത്ത് ലഭിക്കുകയും ചെയ്യും. ഇതുപോലെ ചെയ്ത് കഴിയുമ്പോൾ കണ്ടില്ലേ നമ്മുടെ ചെടി പന്തലിലോട്ട് നല്ല ഹെൽത്തി ആയിട്ട് പടർന്നു കയറുന്നത്. ഇതിനാവശ്യമായ വളർച്ചയ്ക്ക് 10 ദിവസം ഇടവിട്ട് നല്ല നല്ല ജൈവവളങ്ങളും നമ്മൾ ചെയ്തു കൊടുത്തുകൊണ്ടിരിക്കണം. കീടങ്ങളുടെ ആക്രമണം വരുന്നതിന് മുമ്പ് തന്നെ നല്ല നല്ല ജൈവ കീടനാശിനികൾ തഴച്ച് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നതും വളരെ നല്ലതാണ്. ജൈവ കീടനാശിനികൾ നമ്മൾ ഉപയോഗിക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം, അതിൻ്റെ ഇലകൾക്കടിയിൽ നല്ലപോലെ സ്പ്രേ ചെയ്ത് കൊടുക്കാനായിട്ട്. കീടങ്ങൾ അധികവും ഇലകൾക്കടിയിലാണ് കാണുന്നത്. ഏത് ജൈവ കീടനാശിനികൾ തയ്യാറാക്കിയാലും അത് നമ്മൾ തയ്യാറാക്കിയിട്ട് അരമണിക്കൂർ വെച്ചിട്ട് മാത്രമേ സ്പ്രേ ചെയ്യാവൂ. പയറിൻ്റെ ചെടിയിൽ പൂക്കൾ വന്നതിന് ശേഷം അല്പം ചാരം ഇട്ട് മണ്ണടുപ്പിച്ച് കൊടുക്കുന്നത് വളരെ നല്ലതാണ്. ഇത് പൊട്ടാഷിൻ്റെ ഗുണം കൂടും. പൂക്കൊഴിച്ചിന് ഇത് വളരെ നല്ലതാണ്. ചാരം ഉപയോഗിക്കുമ്പോൾ അല്പം അകലത്തിൽ മാത്രം ഇട്ട് ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഇതിൻ്റെ തടത്തിൽ ശീമക്കൊന്നയുടെ ഇലയൊക്കെ നമ്മൾ ഇട്ട് കൊടുക്കുന്നത് വളരെ നല്ലൊരു ജൈവ വളമാണ്. അത് അഴുകി ചേരുമ്പോൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, നമ്മുടെ പയറുചെടി നല്ലപോലെ പടർന്നു കഴിയുമ്പോൾ ഒരുപാട് ഇലകൾ ഇതിൽ നിർത്താതെ ശ്രദ്ധിക്കണം. അവ നുള്ളിക്കളയുന്നത് വളരെ നല്ലതാണ്, നല്ല കായ്കൾ ലഭിക്കുവാനായിട്ട്. പൂക്കൾ വന്നതിന് ശേഷം ഫിഷമിനോ ആസിഡ് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് വളരെ നല്ലതാണ്. 1 ലിറ്റർ വെള്ളത്തിൽ 5 ml എന്ന കണക്കിന് നമുക്കിത് സ്പ്രേ ചെയ്ത് കൊടുക്കാം. ഇതൊരു നല്ല ഹോർമോണാണ്. നല്ലപോലെ കായ്കൾ ലഭിക്കാൻ ഇതും നമുക്ക് വളരെ ഉപകാരമാവും. ഇതിന് ഇടവിളയായിട്ട് ചീര കൃഷി ചെയ്യുന്നത് വളരെ നല്ലതാണ്. ചീരയുടെ വിളവെടുക്കുന്നതിൽ കൂടെ നമുക്കിതിനകത്ത് കീടങ്ങളുടെ ആക്രമണവും കുറയുകയും ചെയ്യും. ഇതിൽ കീടങ്ങളുടെ ആക്രമണത്തിന് നമുക്ക് ഈ മഞ്ഞക്കണി ഉപയോഗിക്കാൻ സാധിക്കും. ഇത് ഉപയോഗിക്കുന്ന രീതിയെല്ലാം നമ്മൾ നമ്മുടെ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കണം. ഇതിന് ഉപയോഗിക്കേണ്ട ജൈവ വളങ്ങൾ, ജൈവ സലറികൾ എല്ലാം നമ്മുടെ ചാനലിലുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു നോക്കി ചെയ്ത് നോക്കണം. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ നല്ല രീതിയിൽ വിളവുകൾ നമുക്കിതിനകത്ത് നിന്ന് ലഭിക്കുകയും ചെയ്യും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ബെല്ലൈക്കൺ ഓണാക്കി ഇടുമ്പോൾ അടുത്തുള്ള ഞങ്ങളുടെ ഇതുപോലുള്ള കൃഷിക്കാഴ്ചകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.